രാജാവും സൈന്യങ്ങളുമായി രഥത്തിൽ വരുന്ന വാർത്ത അറിഞ്ഞു. ആ നാട്ടിലെ സകല ജനങ്ങളും വഴിയോരങ്ങളിൽ വില ഉടുപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചു അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ബാലൻ, അവനും രാജാവിൻ്റെ ആ രഥത്തിൽ വരുന്ന കാഴ്ച കാണുവാൻ വന്നു നിന്നു. രാജാവ് അടുക്കൽ വന്നപ്പോൾ ഈ ബാലൻ ഓടി രാജാവിൻ്റെ അടുക്കൽ പോയപ്പോഴാണ് ആ ബാലൻ തൻ്റെ വസ്ത്രത്തെ ഒന്ന് ശ്രദ്ധിച്ചത്. വസ്ത്രം അവിടെങ്ങളായി കീറി പഴകിയ ഒരു വസ്ത്രമായിരുന്നു. ഈ കുഞ്ഞു ബാലനെ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന സകല മനുഷ്യരും കളിയാക്കാനും പരിഹസിക്കാനും തുടങ്ങി. അപ്പോഴേക്കും രാജാവ് രഥത്തിൽ നിന്നും ചാടി താഴെ ഇറങ്ങി തൻ്റെ രാജകീയ വസ്ത്രം കൊണ്ട് അവനെ പൊതിഞ്ഞു. കണ്ടിരുന്ന സമൂഹം നിശ്ചലായി. പിന്നെ ആരും പരിഹസിക്കുന്നില്ല. കാരണം രാജാവിൻ്റെ രാജകീയ വസ്ത്രത്തിൽ പൊതിഞ്ഞ അവൻ രാജാവിനോടൊത്ത് ചേർന്നപ്പോൾ ഒരു രാജകുമാരനായി മാറി. പ്രിയമുള്ളവരെ, കർത്താവും തന്റെ നീതിയുടെ വസ്ത്രം കൊണ്ട് നമ്മെ മറയ്ക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും എല്ലാം അതിൽ മറയപ്പെടും. നമ്മുടെ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ നാണം കെടുത്തുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും വിളിച്ചു പറയുവാൻ അനേകർ നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ കൂടെ സമൂഹത്തിലും അനേകർ ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ദൈവം അങ്ങനെയല്ല. എൻ്റെ ദൈവം ചങ്കിലെ ചോര കൊടുത്തെന്ന് നമ്മെ സ്നേഹിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവം നമ്മെ ഇന്നും സ്നേഹിക്കുക. നമ്മുടെ പാപങ്ങളെ ഉയർത്തി കാണിക്കുന്ന ദൈവമല്ല, നമ്മുടെ കുറവുകളെ ഉയർത്തി കാണിക്കുന്ന ദൈവമല്ല. അതെല്ലാം തൻ്റെ സ്നേഹത്താൽ തൻ്റെ നീതിയുടെ വസ്ത്രത്താൽ മറച്ച് നമ്മെ മാറോട് ചേർത്ത് നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന കാര്യം മറന്നുപോകല്ലേ. അതെ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിട്ടുകൊണ്ട്.